K20 2024 സ്കീമിൽ S1 സബ്ജക്റ്റാണ് അൽഗോരിതമിക് തിങ്കിങ് വിത്ത് പൈത്തൺ UCST 105. പൈത്തൺ പ്രോഗ്രാമിംഗ് തന്നെയാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. പ്രോഗ്രാമിങ്ങിലെ പൈത്തണിൻ്റെ ബേസിക്സ് എന്തൊക്കെയാണ്, അതുപയോഗിച്ച് ഏതെല്ലാം ലെവൽ വരെ പ്രോഗ്രാംസ് ചെയ്തിരിക്കണം, അല്ലെങ്കിൽ ചെയ്യാൻ അറിഞ്ഞിരിക്കണം എന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ ഈ ഒരു പ്ലേലിസ്റ്റിൽ ഉദ്ദേശിക്കുന്ന പൈത്തൺ പ്രോഗ്രാംസിൻ്റെ ഡിസ്കഷനാണ്. അപ്പം ഏറ്റവും ബേസിക് ആയിട്ടുള്ള ലെവൽ മുതൽ മുകളിലേക്ക് നമുക്ക് ഓരോ മൊഡ്യൂൾ വൈസ് കംപ്ലീറ്റ് ചെയ്ത് ടോപ്പിക്സ് കവർ ചെയ്ത് അത് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാംസ് ചെയ്ത് എങ്ങനെയാണ് ചെയ്ത് ഔട്ട്പുട്ട് കിട്ടുക, എങ്ങനെയാണ് എറർ ഉണ്ടാവുക, ഐഡൻറ്റിഫൈ ചെയ്യുക, എങ്ങനെ അതിനെ കറക്റ്റ് ചെയ്യാൻ പറ്റും, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് ഈ പ്ലേലിസ്റ്റിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് പൈത്തൺ IDEs ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഉപയോഗിക്കാൻ പറ്റും. അതുകൂടാണ്ട് തന്നെ ഇൻസ്റ്റലേഷനൊന്നും ഇല്ലാണ്ട് ഓൺലൈനായിട്ട് നമുക്ക് വേണമെങ്കിൽ പൈത്തൺ പ്രോഗ്രാംസ് സിമ്പിളായിട്ട് കമ്പൈൽ ചെയ്ത് എറേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്യാനും കറക്റ്റ് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ അതിനുവേണ്ടിയുള്ള ഒരു ടൂളാണ് കോലാബ്, ഗൂഗിൾ കോലാബ് എന്ന് പറയും. സോ ഗൂഗിളിൽ പോയിട്ട് കോലാബ് ടൈപ്പ് ചെയ്യാം. സോ വെൽക്കം ടു കോലാബ് എന്നുള്ള ലിങ്ക് കിട്ടും. അവിടെ നമുക്ക് വി ക്യാൻ ചൂസ് ന്യൂ നോട്ട്ബുക്ക്. അപ്പോൾ നമുക്കിവിടെ പുതിയൊരു കോഡിംഗ് സ്പേസ് കിട്ടി. ഇവിടെ നമുക്ക് ടൈപ്പ് ചെയ്യാം പ്രോഗ്രാംസ്. ടൈപ്പ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് റൺ ചെയ്ത് കഴിഞ്ഞ് ഔട്ട്പുട്ട് നമുക്ക് അതേ സ്ക്രീനിൽ തന്നെ കാണാൻ പറ്റും. ദിസ് ഇസ് ഓപ്ഷൻ ഫോർ റണ്ണിങ്. ഇവിടെ പ്ലസ് കൊടുക്കുകയാണെങ്കിൽ നെക്സ്റ്റ് അടുത്തൊരു കോഡ് സ്ക്രിപ്റ്റ് നമുക്ക് താഴേക്ക് ആഡ് ചെയ്ത് പോകാം. അപ്പോൾ ഇതിൽ നമുക്ക് കമ്പൈൽ ചെയ്യുക, അപ്പോൾ തന്നെ റൺ ചെയ്യാം. സോ ഇവിടെ പല ഓപ്ഷൻസ് ഉണ്ട്. ഫയൽ, നമുക്ക് നോട്ട്ബുക്ക് ഡ്രൈവിൽ ഓപ്പൺ ചെയ്യാം, അതുപോലെ അപ്ലോഡ് ചെയ്യാം, ഡ്രൈവിൽ കോപ്പി ചെയ്യാം, ഗിറ്റ്ഹബിൽ വേണമെങ്കിൽ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ ചെയ്യുന്നത് സേവ് ചെയ്ത് വെക്കാനുള്ള ഓപ്ഷൻസും ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് നമുക്കിവിടെ പ്രോഗ്രാംസ് ടൈപ്പ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് ഫസ്റ്റ് ഈ ഗ്രീൻ ലൈൻ്റെ മീനിങ്ങിൽ ഹാഷ് എന്ന് പറഞ്ഞ സിമ്പിൾ നിങ്ങൾക്ക് അറിയാം, ദാറ്റ് ഇസ് എ കമൻറ്റ് സിമ്പിൾ ഇൻ പൈത്തൺ. അപ്പോൾ ഫസ്റ്റ് ലൈൻ ഒരു കമൻ്റ് ആണ്, പ്രോഗ്രാം ടു പ്രിൻറ്റ് ഹലോ വേൾഡ്. നെക്സ്റ്റ് അതിൻ്റെ താഴെ കാണുന്നത് പ്രിൻറ്റ് ഇസ് എ കോൾ ടു ദ ഫംഗ്ഷൻ പ്രിൻറ്റ്. പ്രിൻറ്റ് ഫംഗ്ഷൻ്റെ പർപ്പസ് നിങ്ങൾക്ക് അറിയാം, ഔട്ട്പുട്ട് പ്രിൻറ്റ് ചെയ്ത് കാണിച്ചു തരിക എന്നുള്ളതാണ്. നമ്മൾ ബ്രാക്കറ്റ്സ് ഓപ്പൺ ചെയ്യണം, ക്ലോസ് ചെയ്യണം. പ്രിൻറ്റിന് നിർബന്ധമായിട്ട് ഈ ബ്രാക്കറ്റ്സ് വേണം, ബിക്കോസ് ഇറ്റ് ഇസ് എ ഫംഗ്ഷൻ, പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷനാണ്. ഔട്ട്പുട്ട് നമുക്ക് മോണിറ്റർ ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു തരാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഫംഗ്ഷൻ. ഇനി അതിനുള്ളിൽ നമ്മളൊരു സ്ട്രിങ് ആണ് ഡിസ്പ്ലേ ആയിട്ട്, അതുകൊണ്ടാണ് സ്ട്രിങ്ങിൻ്റെ രണ്ട് സൈഡിൽ നമ്മൾ എന്ത് കൊടുത്തിട്ടുണ്ട്, ഡബിൾ കോഡ്സ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ പ്രോഗ്രാം ഇത്രയും സിമ്പിളി ടൈപ്പ് ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് വി ക്യാൻ ക്ലിക്ക് റൺ ചെയ്ത് നമുക്ക് എന്ത് കിട്ടി, ഹലോ വേൾഡ് എന്നുള്ള ഔട്ട്പുട്ട് പ്രിൻറ്റ് ചെയ്ത് കിട്ടി. ഈ നെക്സ്റ്റ് ഇവിടെ പ്ലസ് കോഡ് ഉണ്ടല്ലോ, ഇൻസേർട്ട് എ കോഡ് സെൽ ബിലോ. അപ്പോൾ പുതിയൊരു കോഡ് സ്നിപ്പറ്റ് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയുള്ള പോർഷൻ നമുക്ക് കിട്ടി. നമ്മൾ വീണ്ടും ഇവിടെ ഇതേ പ്രോഗ്രാം മോഡിഫൈ ചെയ്ത് ടൈപ്പ് ചെയ്ത് നോക്കുക. ഈ പ്രിൻറ്റിൻ്റെ പി നമ്മൾ സ്മോളുമായിട്ട് ക്യാപിറ്റലാക്കി. നമ്മൾ വീണ്ടും എന്ത് ചെയ്തു, റൺ ചെയ്തു. അപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്, നെയിം എറർ കിട്ടി, ദാറ്റ് ഈസ് നെയിം പ്രിൻറ്റ് ഈസ് നോട്ട് ഡിഫൈൻഡ്. പി എന്ന് പറഞ്ഞാൽ ക്യാപിറ്റലാണ് ഉണ്ടല്ലോ, PRINT എന്ന് പറഞ്ഞൊരു നെയിം ഡിഫൈൻഡ് അല്ല എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇപ്പോൾ ഇതിൻ്റെ അകത്തൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ വി ക്യാൻ സി ആൻ ഓപ്ഷൻ കോൾ എക്സ്പ്ലെയിൻ എറർ. ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ എറർ എന്താണെന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊരു പറഞ്ഞു തരും. എന്ന് മാത്രമല്ല നമുക്കത് കറക്റ്റ് ചെയ്ത് തരണമെന്ന് അവർ ചോദിക്കുകയും ചെയ്യും. നമ്മളത് അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവരത് കറക്റ്റ് ചെയ്ത് തരികയും ചെയ്യും. ഇവിടെ എന്താ എറർന്ന് കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട്. There is a typo in the code. Python's print function uses a lowercase p. I will fix that for you. അപ്പോൾ പൈത്തൻ്റെ കേസിൽ നമുക്കറിയാം ദാറ്റ് ഈസ് കേസ് സെൻസിറ്റീവ്. സ്മോൾ PRINT എന്നുള്ള ഫംഗ്ഷനാണ് ഇവിടെ ഡിഫൈൻഡ് ആയിട്ടുള്ളത്. അപ്പോൾ പക്ഷേ നമ്മൾ പ്രോഗ്രാമിൽ ഉപയോഗിച്ചിരുന്ന ക്യാപിറ്റൽ P ആണ്. അപ്പോൾ എന്ത് ചെയ്യണം, ഈ ഒരു ലൈനെ കളയണം, ഈ ഒരു ലൈൻ ആഡ് ചെയ്യണം. അപ്പോൾ എറർ സോൾവ് ആവും. എന്നിട്ട് അത് ഫിക്സ് ചെയ്ത് തരട്ടെ എന്ന് ചോദിക്കണം. സോ നമുക്ക് പല ഓപ്ഷൻസ് കൊടുക്കാം. അക്സെപ്റ്റ് ആൻഡ് റൺ കൊടുക്കാം, അക്സെപ്റ്റ് കൊടുക്കാം, ക്യാൻസൽ കൊടുക്കാം. ഇനി അക്സെപ്റ്റ് ആൻഡ് റൺ ആണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ എന്ത് ചെയ്തു, ആ എറർ അത് കറക്റ്റ് ചെയ്തു, റൺ ചെയ്തു, ഔട്ട്പുട്ട് നമുക്ക് കാണിച്ചു തന്നു. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് പ്രോഗ്രാം ടു ആഡ് 2 നമ്പേഴ്സ്. നമുക്കറിയാം 2 നമ്പേഴ്സ് കൊടുത്തിട്ട് അതിനെ ആഡ് ചെയ്യാം. അപ്പോൾ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് മുമ്പ് എന്ത് ചെയ്യണം, 2 നമ്പേഴ്സ് റീഡ് ചെയ്യണം. അപ്പോൾ കീബോർഡിൽ നിന്ന് ഇൻപുട്ട് റീഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണ് ഇൻപുട്ട് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ. റീഡ് എ സ്ട്രിങ് ഫ്രം സ്റ്റാൻഡേർഡ് ഇൻപുട്ട്. അപ്പോൾ അത് ഫസ്റ്റ് നമ്മൾ ഇൻപുട്ട് എന്ന് പറഞ്ഞ ആ ഒരു ടേം എഴുതി, അല്ലെങ്കിൽ കീബോർഡ് എഴുതി, ഫംഗ്ഷൻ്റെ പേര് എഴുതി, ഫംഗ്ഷൻ ആയതുകൊണ്ട് തന്നെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു, ക്ലോസ് ചെയ്തു. ഈ ബ്രാക്കറ്റിനുള്ളിൽ എന്താണ് കൊടുക്കേണ്ടത്, നമുക്ക് എന്ത് പ്രോംപ്റ്റ് ആണോ സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു തരേണ്ടത്. അപ്പോൾ ഫസ്റ്റ് കേസിൽ എൻ്റെ ഫസ്റ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡബിൾ കോഡ്സിൽ കൊടുത്തു. അപ്പോൾ അത് ആ എൻ്റെ ഫസ്റ്റ് നമ്പർ കണ്ടല്ലോ, ഔട്ട്പുട്ടിൽ എൻ്റെ ഫസ്റ്റ് നമ്പർ എന്ന് എഴുതി കാണിച്ചത് പ്രോംപ്റ്റ് ചെയ്ത് നിൽക്കും, നമ്മൾ നമ്പർ എൻ്റർ ചെയ്യുന്നത് വരെ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു റീഡ്സ് എ സ്ട്രിങ് ഫ്രം സ്റ്റാൻഡേർഡ് ഇൻപുട്ട്. അപ്പോൾ അത് റീഡ് ചെയ്യുന്നൊരു സ്ട്രിങ് ഫോർമാറ്റ് ആയിരിക്കും. അപ്പോൾ കിട്ടുന്ന ഇൻപുട്ടിന് എന്താണെങ്കിലും ഒരു സ്ട്രിങ് ആയിട്ടാണ് ഇത് കൺസിഡർ ചെയ്യുക. നമുക്കിവിടെ 2 നമ്പേഴ്സ് എടുത്ത് നമ്പേഴ്സിനെ ആഡ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ നമ്പർ ആക്കി കൺവേർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഈ ഫ്ലോട്ട് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ. സോ ഇറ്റ് കൺവേർട്ട്സ് എ സ്ട്രിങ് ടു നമ്പർ. അപ്പോൾ ഒരു ഫ്ലോട്ടിംഗ് പോയിന്റ് എന്ത് നമ്പറാക്കി മാറ്റും, ഫ്ലോട്ട് ഫംഗ്ഷൻ ആയതുകൊണ്ട് ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പറായിട്ടാക്കി അവർ മാറ്റാം. ഇപ്പോൾ 25 ആണ് കൊടുത്തെങ്കിൽ 25.0 എന്നായിരിക്കും അത് റീഡ് ചെയ്തെടുക്കുക. എന്നിട്ട് ആ വാല്യൂ ഇവിടെ സ്റ്റോർ ചെയ്തു, num1ലേക്ക് സ്റ്റോർ ചെയ്തു. അതുപോലെ തന്നെ num2ലേക്ക് സെക്കൻഡ് നമ്പർ. അപ്പോൾ ഈ ഫ്ലോട്ട് ഫംഗ്ഷൻ്റെ പർപ്പസ് അതിലേക്ക് ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത് എന്താണോ അതിനെ ഒരു ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പറായിട്ട് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ num1ലും num2ലും 2 നമ്പേഴ്സും കിട്ടി. നെക്സ്റ്റ് വി ആർ കാൽക്കുലേറ്റിംഗ് ദ സം ഈക്വൽ ടു num1 പ്ലസ് num2.
ഇനി നെക്സ്റ്റ് എന്ത് ചെയ്യണം, കിട്ടിയ സം നമുക്ക് പ്രിൻറ്റ് ചെയ്ത് കാണിച്ചു തരണം. സോ പ്രിൻറ്റ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു, ക്ലോസ് ചെയ്തു. ഞാൻ അതിനുള്ളിൽ എന്താണ് പ്രിൻറ്റ് ചെയ്ത് കാണിച്ചു തരേണ്ടത്? ഫസ്റ്റ് എന്താ എഴുതിയിരിക്കുന്നു നോക്കിയേ, ദ സം ഈസ് ഡബിൾ കോഡ്സിൽ കൊടുത്തേക്കുക. ഡബിൾ കോഡ്സിൽ കൊടുക്കുന്ന എന്താണോ അത് അങ്ങനെ തന്നെ ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു തരും. സോ ദ സം ഈസ് ഡിസ്പ്ലേ ചെയ്തു. നെക്സ്റ്റ് വി ആർ യൂസിങ് എ കോമ ആൻഡ് സം. അപ്പോൾ ഈ സം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഇവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത സം എന്ന് പറഞ്ഞ വേരിയബിളാണ് നമ്മൾ റെഫർ ചെയ്യുന്നത്. അപ്പോൾ ആ സമ്മിലുള്ള വാല്യൂ എന്താണോ അതായിരിക്കും അവിടെ ഡിസ്പ്ലേ ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് കോമ നമുക്ക് മസ്റ്റായിട്ട് കൊടുക്കണം. കോമ കൊടുത്തില്ലെങ്കിൽ നമുക്കവിടെ എററായിട്ട് കാണിക്കും. അപ്പോൾ കോമ സം കൊടുത്തു. അപ്പോൾ എന്ത് കിട്ടി, സം കണ്ടുപിടിച്ച് 25.0 36.0 കൂടെ ആഡ് ചെയ്ത് 61.0 കിട്ടി. ഔട്ട്പുട്ട് ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു. ഇനിയിപ്പോൾ ഈ കോമ കൊടുത്തില്ലെങ്കിലുള്ള കേസ് നമുക്ക് നോക്കാം. ഇൻവാലിഡ് സിൻടാക്സ്, പെർഹാപ്സ് യു ഫോർഗോട്ട് എ കോമ. ഉണ്ടല്ലോ, ഇവിടെ നമ്മൾ കോമ മിസ്സിങ് ആണെന്നാണ് ഇത് പറഞ്ഞത്. കോമ കൊടുത്തു കഴിയുമ്പോൾ നമ്മൾ റൺ ചെയ്യുമ്പോൾ ഈ നമ്മളോട് പ്രോംപ്റ്റ് ചെയ്ത് ചോദിക്കുക ഏത് നമ്പറാണ് വേണ്ടതെന്നുള്ളത്. ഫസ്റ്റ് നമ്പർ കൊടുത്തു, സെക്കൻഡ് നമ്പർ കൊടുത്തു, സം ഈസ് 112.0. ഈ പ്രോഗ്രാമിൻ്റെ പർപ്പസ് ടു ചെക്ക് ഇഫ് ദ നമ്പർ ഇസ് ഈവൻ ഓർ ഓഡ്. അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞു നമ്പർ ഇൻപുട്ട് ചെയ്യണം. ഇൻപുട്ട് ചെയ്തിട്ട് വേണം നമ്മൾ ഈവൻ ആണോ ഓഡ് ആണോ നോക്കാനായിട്ട്. അപ്പോൾ നമ്പർ ഇൻപുട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഫംഗ്ഷൻ നമ്മൾ പറഞ്ഞു ദാറ്റ് ഈസ് ഇൻപുട്ട് ഫംഗ്ഷൻ. അപ്പോൾ ഇൻപുട്ട് ഉപയോഗിച്ചു നമ്മൾ കീബോർഡിൽ നിന്ന് ഇൻപുട്ട് റീഡ് ചെയ്തു. അപ്പോൾ റീഡ് ചെയ്ത് കിട്ടുന്നത് ഞാൻ പറഞ്ഞു ഫോം ഓഫ് എ സ്ട്രിങ്. ആ സ്ട്രിങ്ങിനെ ഒരു നമ്പറാക്കുന്ന വെച്ചാൽ ഇൻറ്റിജറാക്കി കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഇൻറ്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ അതിൻ്റെ പുറത്ത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഇൻറ്റിലേക്ക് ഇൻപുട്ടായിട്ട് നമ്മൾ എന്ത് കൊടുത്താലും അതിനൊരു ഇൻറ്റിജർ വാല്യൂ ആയിട്ട് കൺവേർട്ട് ചെയ്ത് തരും. അപ്പോൾ ഇൻറ്റിൻ്റെ ബ്രാക്കറ്റ് ഇവിടെ ഓപ്പൺ ചെയ്തു, ലാസ്റ്റ് ഇവിടെ ക്ലോസ് ചെയ്തു. അതിനുള്ളിലേക്ക് എന്ത് കൊടുത്തു, നമ്മൾ റീഡ് ചെയ്ത നമ്പർ കൊടുത്തു. അതിന് വേണ്ടിയിട്ടാണ് ഇൻപുട്ട് ഫംഗ്ഷൻ അതിൻ്റെ ഉള്ളിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇൻപുട്ട് ഉപയോഗിച്ച് റീഡ് ചെയ്യുന്ന നമ്പറിനെ ഈ ഇൻ ഫംഗ്ഷൻ ഉപയോഗിച്ച് കൺവേർട്ട് ചെയ്ത് ഇൻറ്റിജറാക്കി മാറ്റാം. ഞാൻ ഇൻറ്റിജർ വാല്യൂ ആയിരിക്കും ഇവിടെ സ്റ്റോർ ചെയ്തേക്കുന്നത്, NUMലേക്ക് സ്റ്റോർ ചെയ്തേക്കുന്നത്. ഇനി നെക്സ്റ്റ് ഈവൻ അല്ലെങ്കിൽ ഓഡ് ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് നമ്പർ എടുക്കുക, ഡിവൈഡ് ബൈ 2 ചെയ്യാം. 2 ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് റിമൈൻഡർ വാല്യൂ എന്ത് കിട്ടും എന്ന് നോക്കാം. റിമൈൻഡർ 0 ആണെങ്കിൽ ദാറ്റ് മീൻസ് ദ നമ്പർ ഈസ് ഈവൻ, അല്ലാന്നുണ്ടെങ്കിൽ നമ്പർ ഈസ് ഓഡ്. അപ്പോൾ ഈ റിമൈൻഡർ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഓപ്പറേറ്ററാണ് ഈ മോഡ് ഓപ്പറേറ്റർ. സോ ഇഫ് നം മോഡ് 2 എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുന്നത്, മോഡ് 2യുടെ പർപ്പസ് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ റിമൈൻഡർ കണ്ടുപിടിക്കാം. അപ്പോൾ ഈ ഒറ്റ ഓപ്പറേഷനിൽ തന്നെ നമുക്ക് റിമൈൻഡർ കിട്ടും. നമുക്ക് 4 ആണ് നമ്മുടെ നമ്പറെങ്കിൽ 4 മോഡ് 2 ചെയ്യുമ്പോൾ എന്ത് കിട്ടും, 4നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 0 ആയിരിക്കും. ആണെങ്കിൽ ഇറ്റ് പ്രിൻറ്റ്സ് ദ നമ്പർ ഈസ് ഈവൻ. ഇനി 5 ആണ് നമ്പറെങ്കിലോ 5 മോഡ് 2 ചെയ്യുമ്പോൾ 5നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ റിമൈൻഡർ നമുക്ക് 1 ആണ് കിട്ടുക. അപ്പോൾ എൽസിൽ പോയി നമ്പർ ഈസ് ഓഡ് എന്ന് പ്രിൻറ്റ് ചെയ്യും. ഇനിയിപ്പോൾ ഈ പ്രോഗ്രാം കറക്റ്റായിട്ട് റൺ ചെയ്യുമോ നമുക്ക് നോക്കാം. റൺ ചെയ്യാൻ നോക്കിയപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ഇൻഡൻറ്റേഷൻ എറർ, എക്സ്പെക്റ്റഡ് ആൻഡ് ഇൻഡൻറ്റഡ് ബ്ലോക്ക് ആഫ്റ്റർ ദ ഈഫ് സ്റ്റേറ്റ്മെൻറ്റ് ഓൺ ലൈൻ 4. അപ്പോൾ ഈഫ് ഇവിടെ എൽസ് ഉണ്ട്. ഈഫിനും എൽസിനും ഇടയ്ക്കുള്ള സ്റ്റേറ്റ്മെൻറ്റ് അതിനെ ഐഡൻറ്റിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ഒരു ഇൻഡൻറ്റ് അല്ലെങ്കിൽ ഒരു സ്പേസ് യൂസ് ചെയ്യണം. എന്നാലേ അത് ആ ഈഫ് കണ്ടീഷൻ വരുമ്പോൾ ചെയ്യേണ്ട കാര്യമാണെന്ന് അതിന് മനസ്സിലാവുള്ളൂ. സോ നെക്സ്റ്റ് ടൈം നമ്മൾ ഒന്നുകൂടി ഇൻഡൻറ്റേഷൻ കറക്റ്റ് ചെയ്ത് റൺ ചെയ്ത് നോക്കുന്നു. ഇറ്റ്സ് ആസ്കിങ് എൻ്റർ എ നമ്പർ. നമ്മൾ 26 കൊടുത്തു, നമ്പർ ഈസ് ഈവൻ കിട്ടി. ഒന്നുകൂടി റൺ ചെയ്യാം. 35 കൊടുത്തു, നമ്പർ ഈസ് ഓഡ് കിട്ടി. കുറച്ച് മുന്നേ നമ്മൾ ഇൻഡൻറ്റേഷൻ എറർ കണ്ടു. അപ്പോൾ ഇൻഡൻറ്റേഷൻ എറർ എന്ന് പറഞ്ഞു ഇപ്പോൾ ഈഫും എൽസും ഒക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോഴത്തേക്കും ഇപ്പോൾ ആ ഈഫിനുള്ളിൽ എൻക്ലോസ്ഡ് ആയിട്ട് വരുന്നത് മാത്രം കോഡ് പോർഷൻസ് ആണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻഡൻറ്റേഷൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ യൂഷ്വലി പൈത്തണിൽ ഇൻഡൻറ്റേഷന് 4 സ്പേസസ് ആണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ അല്ല ഒരു സ്പേസ് ആണെങ്കിലും വർക്ക് ചെയ്യും, ഒരേപോലെ നമ്മൾ ഒരേ പാറ്റേൺ യൂസ് ചെയ്ത് പോയാൽ മതി. അപ്പോൾ ബൈ ഡിഫോൾട്ട് 4 സ്പേസസ് ആണ് ഇൻഡൻറ്റേഷന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇനി നമ്മളുടെ ഈഫ് എൽസിൻ്റെ സിൻടാക്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഈഫ് നം മോഡ് 2 = 0 നമ്മൾ പറഞ്ഞു. നമ്മൾ നമ്പർ എടുത്തു, അതിൻ്റെ മോഡ് 2 എന്ന് പറഞ്ഞാൽ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് റിമൈൻഡർ 0 ആണോ നോക്കി. ഇത് ലാസ്റ്റ് എൻ്റെ ഒരു സിമ്പൽ കാണുന്നുണ്ട്, എന്താണ് നമ്മളുടെ കോളൻ സിമ്പൽ. അപ്പോൾ ഈഫിൻ്റെ എൻഡിലും എൽസിൻ്റെ എൻഡിലും ഈ സിമ്പൽ മസ്റ്റായിട്ടും വേണം. അത് നമ്മുടെ ഈഫ് എൽസിൻ്റെ സിൻടാക്സിൽ ഇൻകോപ്പറേറ്റഡ് ആണ് ഈ ഒരു കോളൻ സിമ്പൽ. അപ്പോൾ അതുകൂടി ഇൻകോപ്പറേറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് എറർ വരും. Next is a program to check whether a number is positive or negative. ഫസ്റ്റ് നമ്മൾ ഇൻപുട്ട് ഫംഗ്ഷൻ യൂസ് ചെയ്തു. നമുക്കറിയാം കീബോർഡിൽ നിന്ന് ഇൻപുട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇൻപുട്ട് ഫംഗ്ഷൻ. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു, ക്ലോസ് ചെയ്തു. അതിനുള്ളിൽ നമ്മൾ എന്ത് എഴുതി, എൻ്റർ എ നമ്പർ. അപ്പോൾ എൻ്റർ എ നമ്പർ എന്ന് വെച്ചാൽ നമുക്ക് ആ പ്രോംപ്റ്റ് ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഇൻപുട്ട് ഫംഗ്ഷൻ ഒരു സ്ട്രിങ് ആയിട്ടായിരിക്കും നമ്മൾ ആ ഇൻപുട്ടിനെ റീഡ് ചെയ്യുക. നമുക്കിവിടെ നമ്പറിനെ ഇൻപുട്ട് ചെയ്തിട്ട് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിനെ നമ്പർ ആക്കി കൺവേർട്ട് ചെയ്യുക, ഒരു ഇൻറ്റിജർ ആക്കി കൺവേർട്ട് ചെയ്യാൻ വേണ്ടി നമ്മളത് ഉപയോഗിക്കുന്നു ഈ ഇൻ ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നു. അപ്പോൾ ഇൻ ഫംഗ്ഷൻ്റെ പർപ്പസ് അതിലേക്ക് ആർഗ്യുമെൻ്റ് ആയിട്ട് കൊടുക്കുന്ന എന്താണോ, ഏത് നമ്പറാണോ അല്ലെങ്കിൽ ഏത് സ്ട്രിങ് ആണോ അതിനെ ഒരു ഇൻറ്റിജർ വാല്യൂ ആക്കി കൺവേർട്ട് ചെയ്ത് തരും.
അപ്പോൾ ഈ ഇൻറ്റിൻ്റെ ബ്രാക്കറ്റ് ഇവിടെ തുറന്നു, ഏറ്റവും ലാസ്റ്റ് ക്ലോസ് ചെയ്തു. ഇനി അതിനുള്ളിലായിട്ടാണ് എന്ത് കൊടുത്തേക്കുന്നത്, നമ്മൾ റീഡ് ചെയ്യാനുള്ള ഇൻപുട്ട് ഫംഗ്ഷൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ റീഡ് ചെയ്ത വാല്യൂ നമുക്ക് എവിടെ സ്റ്റോർ ചെയ്തു, നമ്പറിലേക്ക് സ്റ്റോർ ചെയ്തു. ഇനി നെക്സ്റ്റ് പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് ആണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. ഇനി ഈഫ് എൽസ് നമ്മൾ യൂസ് ചെയ്തു. ഈഫിൻ്റെ അകത്ത് നമ്മൾ കൊടുക്കുന്നത് നമ്പർ ഗ്രേറ്റർ ദാൻ 0 പറഞ്ഞു. ഈഫിൻ്റെ എൻഡിൽ എന്ത് വേണം, കോളൻ സിമ്പിൾ വേണം. അപ്പോൾ ഈഫ് നമ്പർ ഗ്രേറ്റർ ദാൻ 0 എന്ന് പറഞ്ഞാൽ മീനിങ് എന്താണ്, നമ്പർ പോസിറ്റീവ് ആണ്. സോ പ്രിന്റ് പോസിറ്റീവ് നമ്പർ. ഇനി അല്ലെങ്കിലോ എൽസിൽ പോയി, എൽസിനും കണ്ടുള്ള ലാസ്റ്റ് സിമ്പിൾ എന്താണ്, കോളൻ സിമ്പിൾ യൂസ് ചെയ്യണം. സോ പ്രിന്റ് നോട്ട് എ പോസിറ്റീവ് നമ്പർ അല്ലെങ്കിൽ എ നെഗറ്റീവ് നമ്പർ. നമ്മൾ റൺ ചെയ്തു. നമ്മൾ ഇൻപുട്ടായിട്ട് ഇപ്പം 35 എന്നുള്ള നമ്പർ കൊടുത്തു. സോ ദാറ്റ് ഈസ് പോസിറ്റീവ്. നമ്മൾ ഒന്നുകൂടി റൺ ചെയ്യുന്നു. -78 കൊടുത്തു. ദാറ്റ് ഈസ് നോട്ട് ഗ്രേറ്റർ ദാൻ 0. അപ്പോൾ കണ്ടീഷൻ ഇഫ് ട്രൂ ആവുന്നില്ല. അപ്പോൾ എൽസിൽ വന്ന് നോട്ട് എ പോസിറ്റീവ് നമ്പറിനത് പ്രിൻറ്റ് ചെയ്ത് കാണിച്ചു തന്നു. നെക്സ്റ്റ് ഈസ് എ പ്രോഗ്രാം ടു ഫൈൻഡ് ദ ലാർജസ്റ്റ് ഓഫ് 2 നമ്പേഴ്സ്. 2 നമ്പേഴ്സ് ഇൻപുട്ട് എടുക്കണം. എന്നിട്ട് അതിൽ ഗ്രേറ്റസ്റ്റ് ഏതാണോ നോക്കണം, കമ്പയർ ചെയ്യുക. കമ്പയർ ചെയ്തിട്ട് വലുത് ഏതാണോ അതിനെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതാണ് ലാർജസ്റ്റ് എന്ന് പറയുക. അതാണ് നമ്മളുടെ ഉദ്ദേശം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് 2 നമ്പേഴ്സ് റീഡ് ചെയ്യണം. നമ്മൾ നേരത്തെ ഇതുവരെ പറഞ്ഞ പ്രോഗ്രാംസിലൊക്കെ പറഞ്ഞതാണ്. ഇൻപുട്ട് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നു. ഇൻപുട്ട് ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്തു, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു, ക്ലോസ് ചെയ്തു. അതിനുള്ളിൽ എൻ്റെ ഫസ്റ്റ് നമ്പർ അതുപോലെ എൻ്റെ സെക്കൻഡ് നമ്പർ. രണ്ടിടത്ത് നമുക്ക് ഇൻപുട്ടിൽ റീഡ് ചെയ്ത് കിട്ടുന്ന സ്ട്രിങ് ആയിരിക്കും. ആ സ്ട്രിങ്ങിനെ എന്താക്കി കൺവേർട്ട് ചെയ്യണം, ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പർ ആയിട്ടാണ് ഇവിടെ കൺവേർട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഫ്ലോട്ട് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇൻറ്റിജർ മതിയെങ്കിൽ INT കൊടുത്താൽ മതി. അപ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് ഫ്ലോട്ട് അല്ലെങ്കിൽ ഇൻറ്റ് കൊടുത്തതിന് നമ്പറാക്കി കൺവേർട്ട് ചെയ്യാം. നമ്മളുടെ num2ലുമായിട്ട് നമ്മൾ ആ നമ്പേഴ്സ് സ്റ്റോർ ചെയ്തു. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ലാർജസ്റ്റ് ഓഫ് 2 നമ്പേഴ്സ് കണ്ടുപിടിക്കാനാണ്. ലാർജസ്റ്റ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ കമ്പയർ ചെയ്യുക. So compare the 2 numbers. If num1 greater than num2, number 1 greater than number 2 ആണോ നോക്കി. അതിൻ്റെ എൻഡിൽ എന്ത് വേണം, ഇഫിൻ്റെ കണ്ടീഷൻ്റെ കൂടെ എൻഡിൽ കോളൻ സിമ്പിൾ വേണം. ഇനി ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ എന്ത് പ്രിൻറ്റ് ചെയ്യണം, പ്രിൻറ്റ് ഫംഗ്ഷൻ നമുക്കറിയാം, നോർമൽ പ്രിൻറ്റ് ഫംഗ്ഷൻ. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു, ക്ലോസ് ചെയ്തു. ഞാനുള്ളിൽ എന്താണ് പ്രിൻറ്റ് ചെയ്യേണ്ടത്, ആദ്യം നമ്മൾ എഴുതിയേക്ക് എന്താ നോക്കി, num1 എന്ന് പറഞ്ഞാൽ num1ൻ്റെ വാല്യൂ. ഇപ്പം നമ്മൾ 5ഉം 2 ആണ് കൊടുത്തതെന്ന് കരുതുക. num1 is 5 and num2 equal to 2 ആണെന്ന് കരുതുക. സോ ഈ പ്രിൻറ്റ് ഫംഗ്ഷൻ എന്ത് ചെയ്യും, 5 ഈസ് ലാർജർ ദാൻ, ഈ ഡബിൾ കോട്ട്സിനുള്ളിലുള്ളത് അങ്ങനെ തന്നെ പ്രിൻറ്റ് ചെയ്ത് കാണിച്ചു തരും. സോ 5 ഈസ് ലാർജർ ദാൻ, സെക്കൻഡ് എന്ത് വരും, num2ലുള്ള വാല്യൂ ദാറ്റ് ഈസ് 2. സോ 5 ഈസ് ലാർജർ ദാൻ 2 എന്ന് എഴുതി കാണിക്കും. ഇനി ഇവിടെ അഡീഷണൽ ആയിട്ട് പോകുന്ന കമ്പോണന്റ് എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പ്രോഗ്രാമിലൊക്കെ ഈഫും എൽസും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഇവിടെ എന്ത് വന്നു, ELIF വന്നു. ELIF മീൻസ് എൽസ് ഇഫ്. അപ്പോൾ ഒന്നുകിൽ നമുക്ക് 2 കേസുകളുള്ളൂ, ഒന്നുകിൽ ഇത് ഒന്നുകിൽ അത്, ആ 2 കേസാണ് വരുന്നതെങ്കിൽ ഈഫ് എൽസ് യൂസ് ചെയ്യാം. ഇനി അല്ല, നമുക്ക് പല കേസുകളല്ല മൾട്ടിപ്പിൾ കേസുകൾ ചെക്ക് ചെയ്യേണ്ട സിറ്റുവേഷൻ വരുമ്പോൾ ഈഫും എൽസും എന്തായാലും വേണം. അത് കൂടാണ്ട് നമുക്ക് അഡീഷണൽ ആയിട്ട് ഉപയോഗിക്കാം ELIF യൂസ് ചെയ്യാം, അതായത് എൽസ് ഇഫ് യൂസ് ചെയ്യാം. എത്ര എൽസ് ഇഫ് ബ്ലോക്ക് വേണമെങ്കിലും നമുക്ക് ഇതിൻ്റെ ഇടയ്ക്ക് യൂസ് ചെയ്യാം. നമുക്ക് എത്ര കണ്ടീഷൻ ചെക്ക് ചെയ്യാനുണ്ടോ അതിനനുസരിച്ച് എൽസ് ഇഫ് ബ്ലോക്കുകൾ നമുക്ക് ആഡ് ചെയ്യാം. സ്റ്റാർട്ടിങ്ങിൽ ഈഫും എൻഡിങ്ങിൽ എൽസ് നിർബന്ധമായിട്ടും വേണം. ഇടയ്ക്ക് എത്ര എൽസ് ഇഫ് വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ ഇവിടെ ELIF അതായത് എൽസ് ഇഫ് എന്താ തിരിച്ച് കണ്ടീഷൻ ചെക്ക് ചെയ്യുക. ദാറ്റ് ഈസ് num2 ഗ്രേറ്റർ ദാൻ num1. ലാസ്റ്റ് സിമ്പിൾ എന്താണ്, കോളൺ സിമ്പിൾ. കോളൺ വിട്ട് പോകാണ്ട് ഇട്ട് ശീലിക്കുക. ഇനി ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ, അത് എൽസ് ഇഫ് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ എന്ത് ചെയ്യും, നമ്പർ 2 ആണ് വലുത് എന്തിനേക്കാളും നമ്പർ 1. അപ്പോൾ അതാണ് നെക്സ്റ്റ് പ്രിൻറ്റിൽ കാണിച്ചിട്ടുള്ളത്. സോ പ്രിൻറ്റ് ഫംഗ്ഷൻ നമ്മൾ ഉപയോഗിച്ചു, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു, ക്ലോസ് ചെയ്തു. അതിനുള്ളിൽ ആദ്യം വലുത് എന്തായിരിക്കും, num2 ആണ്. സോ num2 കോമ, ഇനി ഈസ് ലാർജർ ദാൻ നമ്മൾ ഡബിൾ കോട്ട്സിനുള്ളിൽ ഇട്ടേക്കുന്നത്, അത് അങ്ങനെ തന്നെ ഡിസ്പ്ലേ ചെയ്യും, ഈസ് ലാർജർ ദാൻ. അത് കഴിഞ്ഞ് ഇവിടെ num1ന് പകരം അതിനുള്ളിലെ വാല്യൂ. ഇനി ഇത് മൂന്നും അല്ല, നമ്മൾ 2 നമ്പേഴ്സും കൊടുത്തത് ഈക്വൽ ആണെങ്കിൽ ഇവിടെ വരും, ഈഫിലും പോവില്ല എൽസ് ഇഫിലും പോവില്ല, രണ്ടിടത്തും പോവും, പക്ഷേ കണ്ടീഷൻ ട്രൂ ആവില്ല. അത് കഴിയുമ്പോൾ ഇവിടെ എത്തും, എൽസിലെത്തി. അവിടെ നമുക്ക് ലാസ്റ്റിൽ കോളൻ ഉണ്ടെന്നുള്ളത് ശ്രദ്ധിച്ചോണം. ഈഫ് എന്ന് പറഞ്ഞ കണ്ടീഷനോടെയും എൻഡിലും, എൽഇഫിൻ്റെ കണ്ടീഷൻ്റെ എൻഡിലും, എൽസിൻ്റെ അവിടെ എൻഡിലും എല്ലായിടത്തും ആ കോളൻ സിമ്പിൾ നമ്മൾ യൂസ് ചെയ്യണം. ഇനി ഫസ്റ്റിലും ട്രൂ ആയില്ല, സെക്കൻഡിലും ട്രൂ ആയില്ല, നമ്മൾ തേർഡിലെത്തി എന്ത് ചെയ്യും, പ്രിൻറ്റ് ബോത്ത് നമ്പേഴ്സ് ആർ ഈക്വൽ. അറിയാം, പ്രിൻറ്റ് ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു, ക്ലോസ് ചെയ്തു. അതിനുള്ളിൽ ഡബിൾ കോട്ട്സിൽ കൊടുത്ത സ്ട്രിങ് എന്താണോ ആ സ്ട്രിങ് അങ്ങനെ ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു തരും. നമുക്ക് റൺ ചെയ്ത് നോക്കാം. എൻ്റെ അത് ഫസ്റ്റ് നമ്പർ 25 36 ഇത് പറഞ്ഞു 36 ഈസ് ലാർജർ ദാൻ 25. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ സെക്കൻഡ് നമ്പറാണ് വലുത്. അപ്പോൾ നമ്മളുടെ ഫസ്റ്റ് കണ്ടീഷൻ ഫോൾസ് ആവും. ഇവിടെ വരുമ്പോൾ ELFലായിരിക്കും നമ്മളുടെ കണ്ടീഷൻ ട്രൂ ആവുക. ദാറ്റ് ഈസ് 36 ഗ്രേറ്റർ ദാൻ 25 കിട്ടും. അപ്പോഴാണ് കറസ്പോണ്ടിങ് വാല്യൂ ഈ പ്രിൻ്റ് ഉപയോഗിച്ച് പ്രിൻറ്റ് ചെയ്ത് കിട്ടുന്നത്. ഈ പ്രിൻ്റാണ് ഇവിടെ വർക്ക് ചെയ്തിട്ടുള്ളത്. ദാറ്റ് ഈസ് num2 എന്തുണ്ട്, 36 ഉണ്ട്. ദാറ്റ് ഈസ് 36.0 ഈസ് ലാർജർ ദാൻ
നമ്പർ 1 എന്തുണ്ട് 25.0. ഈ 0.0 വന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലായല്ലോ. ഇവിടെ നമ്മൾ ഫ്ലോട്ട് ഫംഗ്ഷൻ യൂസ് ചെയ്തുകൊണ്ടാണ് 0.0 വന്നത്. ഇനി ഇൻ്റ് ആയിരുന്നു നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ സിംപ്ലി 2536 അത് കാണിച്ചു തന്നെ. നമുക്ക് ഒന്നുകൂടി റൺ ചെയ്യാൻ നോക്കാം. രണ്ടും സെയിം നമ്പേഴ്സ് കൊടുത്തപ്പോൾ എന്ത് കാണിച്ചു? ബോത്ത് ദ നമ്പേഴ്സ് ആർ ഈക്വൽ. അപ്പോൾ ഇതാണ് പ്രോഗ്രാം ടു കമ്പയർ ടു ഫൈൻഡ് ദ ലാർജസ്റ്റ് ഓഫ് ടു നമ്പേഴ്സ് യൂസിങ് കമ്പാരിസൺ.